ഇന്ന് രാവിലെ 11 മണിയോടെ കോഴിക്കോട്ടെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് സക്കാഫിയെ വിളിച്ചു വരുത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കേസ് അന്വേഷിക്കുന്ന SP രാമചന്ദ്രൻ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിടുകയായിരുന്നു. പെൺകുട്ടിയെ അപമാനിക്കുന്ന തരത്തിൽ പ്രസംഗിക്കുക, ലൈംഗിക ചുവയോടെ സംസാരിക്കുക എന്നീ വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തത്. ഒരാഴ്ച മുമ്പ് ക്രൈംബ്രാഞ്ച് സക്കാഫിയിൽ നിന്ന് മൊഴിയെടുത്തിരുന്നു. നേരത്തെ വളയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. പീഡനക്കേസിലെ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ച വകുപ്പ് ഉൾപ്പെടെ ചുമത്തിയായിരുന്നു വളയം പോലീസ് സക്കാഫിക്കെതിരെ കേസെടുത്തത്. എന്നാൽ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസിൽ ഈ വകുപ്പ് ഒഴിവാക്കപ്പെട്ടു. ഇതാണ് ഓഫീസിൽ വെച്ചു തന്നെ സക്കാഫിക്ക് ജാമ്യം ലഭിക്കാൻ അവസരമൊരുക്കിയത്. കഴിഞ്ഞ ഒക്ടോബർ 30 പെൺകുട്ടിയെ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന കേസുമായി ബന്ധപ്പെട്ടാണ് സക്കാഫിക്കെതിരെയുള്ള നടപടി. പീഡന സംഭവത്തിൽ മാനേജ്മെന്റ് നിലപാട് വ്യക്തമാക്കാൻ സ്ഥാപനത്തിൽ വിളിച്ചു ചേർത്ത പൊതുയോഗത്തിലാണ് സക്കാഫി വിദ്യാർത്ഥിനിയെ അപമാനിക്കുന്ന തരത്തിൽ പ്രസംഗിച്ചത്. സക്കാഫിയുടെ വിവാദ പ്രസംഗം റിപ്പോർട്ടർ ടിവിയാണ് പുറത്തുവിട്ടത്. കേസന്വേഷണം അട്ടിമറിക്കാൻ നേരത്തെ നടത്തിയ ശ്രമങ്ങൾ ഏറെ വിവാദമായിരുന്നു. പ്രതികളുടെ ആവശ്യത്തെ തുടർന്ന് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയതും വിമർശിക്കപ്പെട്ടിരുന്നു. റിപ്പോർട്ടർ, കോഴിക്കോട്.